admitted to hospital, followed by a collapse at home with severe pain, dehydration and nausea. Followed by ആണോ ഫോളോയിങ് ആണോ? പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങളും കൺഫ്യൂസ്ഡ് ആയല്ലേ? ഇതുപോലെ എപ്പോഴും എല്ലാ കുട്ടികളെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന രണ്ട് വേർഡ്സ് ആണ് ഫോളോയിങ്, ഫോളോവ്ഡ് ബൈ എന്നുള്ളത്. സോ ഇതിനൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. സോ ലെറ്റ്സ് സീ ദ വീഡിയോ. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. He was admitted to hospital following a collapse at home with severe dehydration, pain and nausea. ഇവിടെ ഡീഹൈഡ്രേഷനെയും നോസിയയും പെയിനെയും തുടർന്ന് വീട്ടിൽ വെച്ച് കൊളാപ്സ് സംഭവിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയി എന്നാണ് മീനിങ്. എന്നാൽ ഇതിന് പകരം ഈ സെൻറ്റൻസിൽ ഫോളോവ്ഡ് ബൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ കൊളാപ്സ് സംഭവിച്ചു എന്നാണ് മീനിങ്. ഫോളോയിങ് യൂസ് ചെയ്യുന്നത് തുടർച്ചയെ സൂചിപ്പിക്കാനും ഫോളോവ്ഡ് ബൈ യൂസ് ചെയ്യുന്നത് സീക്വൻഷ്യലായി അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ് ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാനുമായിട്ടാണ്. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് വേണ്ട എന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് അശ്വിനി വിജയൻ ഓൺ ബിഹാഫ് ഓഫ് ടിജൂസ് അക്കാഡമി ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ another videos.